Good morning. Okay, let's start. So today we are going to discuss some topics. The first topics, Dirac's theorem for Hamiltonicity. Dirac's theorem for Hamiltonicity. Okay, so theorem says that every graph G with n greater than or equal to 3 vertices and minimum degree T of G greater than or equal to n by 2 has a Hamiltonian cycle. Every graph G with n greater than or equal to 3 vertices and minimum degree D of G greater than or equal to n by 2 has a Hamiltonian cycle. എന്താ തിയറം പറയുന്നത്? ഒരു ഗ്രാഫിൽ എല്ലാ വെർട്ടീസസിന്റെ നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആൻഡ് ഡിഗ്രി ഓഫ് എവറി വെർട്ടീസസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n/2 ആണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സർക്യൂട്ടിൽ എന്താണ് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് തിയറം പറയുന്നത്. ഓക്കെ, തിയറം ക്ലിയർ ആയോ? Okay. Let's see the example. Okay, so here the number of vertices equal to 4, right, which is greater than or equal to 3. Okay, then degree of A എത്രയാണ്? 3. 3. Degree of A 3. Then degree of B 3. 3 and degree of C 3. 3 and degree of D 3. 3, right? So n equal to 4, then n/2 equal to 4 divided by 2 equal to 2. 2. എല്ലാ ഡിഗ്രി എന്താ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n/2 അല്ലേ? which is greater than or equal to 2, greater than or equal to 2, greater than or equal to 2, greater than or equal to 2 അല്ലേ? ഓക്കെ, അപ്പൊ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു പെർട്ടിക്കുലർ ഗ്രാഫിൽ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ലേ? എ ബി ഡി സി എ. ഓക്കെ, Okay. അപ്പം ഒരു ഗ്രാഫില് നമ്പർ ഓഫ് വെർട്ടീസസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആൻഡ് മിനിമം ഡിഗ്രി ഡി ഓഫ് ജി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n/2 ഉണ്ടെങ്കിൽ ആ ഗ്രാഫിൽ എന്തായിരിക്കും ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ,
So very, very important. And next, വേറൊരു എക്സാമ്പിൾ നോക്കാം. B, A, C, and D, E. Okay. So രണ്ട് condition satisfy ചെയ്ത് നോക്കാം. First in the number of vertices. Here the number of vertices equal to 5. 5. She is greater than or equal to 3. ഇനി എന്താ എല്ലാ വേർട്ടിസസിന്റെയും ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n/2 ആണെന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ n എത്ര 5. 5 divided by 2 equal to 2.5. Okay. The first, the degree of B. എത്രയാണ് degree of B? 3, which is greater than 2.5. Okay. The next one, degree of A. Is 3 greater than 2.5. And degree of E. 4 greater than 2.5. And next, degree of C. 2 greater than or equal to 2.5 അല്ലല്ലോ. അല്ല. Then degree of D. 2, which is not greater than or equal to 2.5. So ഇവിടെ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. ദെൻ ഈ ഒരു പെർട്ടിക്കുലർ ഗ്രാഫിൽ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തേ. A, B, C, E, D, A. ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഹലോ, അതായത് ഇവിടെ എന്താ കണ്ടീഷൻ ഫോൾസ് ആണ് അല്ലെ? രണ്ട് കണ്ടീഷൻ, ഒരു കണ്ടീഷൻ ഫോൾസ് ആണ്. ബട്ട് എന്താ ഈ ഗ്രാഫിൽ ഒരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ നമ്മൾ പറയും സഫിഷ്യന്റ് കണ്ടീഷൻ എന്ന് പറയും. ഇറ്റ്സ് എ സഫിഷ്യന്റ് കണ്ടീഷൻ. അതായത് ഒരു ഗ്രാഫില് ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് കിട്ടും. ബട്ട് എല്ലാ ഹാമിൽട്ടോണിയൻ സർക്യൂട്ടിലും ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. ഓക്കെ ആണോ? അതുകൊണ്ടാണ് ഇത് സഫിഷ്യന്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ നെസസറി കണ്ടീഷൻ. ഇപ്പൊ നെസസറി കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ കണ്ടീഷൻ ദാറ്റ് മസ്റ്റ് ബി പ്രസന്റ് ഫോർ എ ഇവന്റ് ടു ഒക്കർ. അതായത് ഒരു ഇവന്റ് ഒക്കർ ചെയ്യാൻ വേണ്ടി ആ കണ്ടീഷൻ എന്തായാലും അവിടെ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ. സഫിഷ്യന്റ് കണ്ടീഷൻ മീൻസ് ദ കണ്ടീഷൻ ദാറ്റ് വിൽ പ്രൊഡ്യൂസ് എൻ ഇവന്റ്. ഒരു ഇവന്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ. അപ്പൊ നിങ്ങളൊരു യൂളർ ഗ്രാഫില് എല്ലാ വേർട്ടീസസിന്റെയും ഡിഗ്രി ഈവൺ ആയിരിക്കണം. അതെന്താണ്? നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ ആണ്. ഓക്കെ. അതായത് എല്ലാ യൂളർ ഗ്രാഫിലും എന്താ ആ ഒരു പെർട്ടിക്കുലർ വേർട്ടീസസിന്റെ ഡിഗ്രി എന്തായിരിക്കും? ഈവൺ ആയിരിക്കും. ഓക്കെ. ഒരു ഗ്രാഫിലെ എല്ലാ വെർട്ടീസസിന്റെ ഡിഗ്രി ഈവൺ ആണെങ്കിൽ അതെന്തായിരിക്കും? യൂളർ ആയിരിക്കും. ഓക്കെ. അത് നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ ആണ്. ഇവിടെ എന്താ? ഇത് സഫിഷ്യന്റ് കണ്ടീഷൻ ആണ്. അതായത് രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? ഒരു യൂളർ സർക്യൂട്ട് കിട്ടും. ബട്ട് എല്ലാ യൂളർ ഗ്രാഫിലും എന്താണ്? ആ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. ഓക്കെ ആണോ? ഈ ഒരു ഗ്രാഫിന്റെ കേസിന് എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്താ? കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഫസ്റ്റ് കണ്ടീഷൻ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല.
Still, it has a Hamiltonian circuit. Is it clear? Miss. Arpit, Arundat, Hrudul. ക്ലിയർ അല്ലേ? ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. So next question, write down the question. State Dirac's theorem and check its applicability in the following graph G. ഫസ്റ്റ് എന്ത് ചെയ്യണം? ഡയറാക്സ് തിയറം സ്റ്റേറ്റ് ചെയ്യണം. എന്താ ഡയറാക്സ് തിയറം? എന്താ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേ തിയറത്തിന്റെ? A graph with number of vertices greater than or equal to 3 and degree of every vertex is and d of g greater than or equal to 2, then that graph consists of a Hamiltonian circuit. Right? ഇനി എന്താ ആ ഒരു പെർട്ടിക്കുലർ തിയറം ഈ ഗ്രാഫിൽ അപ്ലിക്കബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ എങ്ങനെ ചെക്ക് ചെയ്യും? നമ്മൾ ഫസ്റ്റ് വേർട്ടീസസ് ഇവിടെ മാർക്ക് ചെയ്യാം. ദെൻ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? നമ്പർ ഓഫ് വേർട്ടീസസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണോ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ആൻഡ് ദ സെക്കൻഡ് കണ്ടീഷൻ, എല്ലാ വേർട്ടീസസിന്റെയും ഡിഗ്രി ചെക്ക് ചെയ്യാം. അപ്പൊ ഡിഗ്രി എന്ത് കിട്ടണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമ്പർ ഓഫ് വേർട്ടീസ് എന്താ? 5/2. Greater than or equal to 2.5. ഓക്കെ, അപ്പൊ ചെക്ക് ചെയ്യാം സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ സെക്കൻഡ് ഇപ്പൊ നിങ്ങൾ പറയും the second condition is not satisfied, but this graph still have a Hamiltonian circuit. So we can say that this condition is sufficient condition, not a necessary condition. അതായത് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് കിട്ടാനുള്ളൊരു സഫിഷ്യന്റ് കണ്ടീഷൻ ആണ്, നെസസറി കണ്ടീഷൻ അല്ല. എന്തുകൊണ്ടാണോ സഫിഷ്യന്റ് കണ്ടീഷൻ എന്തുകൊണ്ടാണ് പറയുന്നത് മനസ്സിലായോ? എന്തുകൊണ്ടാണ് സഫിഷ്യന്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്? ഈ കണ്ടീഷൻ, അതായത് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ ഗ്രാഫിൽ എന്തായിരിക്കും? ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ബട്ട് എല്ലാ ഹാമിൽട്ടോണിയൻ സർക്യൂട്ടിൽ എന്തായി രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. ഓക്കെ, കൺസെപ്റ്റ് ഓക്കെ ആണല്ലോ? എല്ലാരും ഒന്ന് റിപ്ലൈ തന്നെ. മിഹാജെ ഓക്കെ ആണോ? നന്ദ, റാസി, ഓക്കെ. ദ നെക്സ്റ്റ് ടോപ്പിക്, ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം. Traveling salesman problem. Okay, so the problem is that a salesman is required to visit a number of cities during a trip. Okay, given the distance between the cities, in what order should he travel so as to visit every city precisely once and return home with the minimum mileage traveled? Okay, a salesman is required to visit a number of cities during a trip. Given the distance between the cities, in what order should he travel so as to visit every city precisely once and return home with the minimum mileage traveled? Problem മനസ്സിലായോ?
അതായത് ഒരു സെയിൽസ്മാന് ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നമ്പർ ഓഫ് സിറ്റീസ് വിസിറ്റ് ചെയ്യണം. ഓക്കെ, സോ ഒരു സിറ്റിയിൽ നിന്ന് വേറൊരു സിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു സിറ്റിയിൽ നിന്ന് ആ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് എല്ലാ സിറ്റീസും എക്സാക്ട്ലി വൺസ് കവർ ചെയ്ത് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ തന്നെ എൻഡ് ചെയ്യണം. ബട്ട് വേറൊരു കണ്ടീഷൻ കൂടി എന്താണ്, മിനിമം ഡിസ്റ്റൻസിൽ വേണം ട്രാവൽ ചെയ്യാൻ. ക്ലിയർ ആയോ പ്രോബ്ലം? നമ്മൾ ഫസ്റ്റ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നാൽ ഫസ്റ്റ് എന്ത് വേണം, അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി ഈ പ്രോബ്ലത്തിന് എന്താ ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യും, റൈറ്റ്? അങ്ങനെയല്ലേ നമ്മൾ അപ്ലിക്കേഷൻ ഓഫ് ഗ്രാഫ് നമ്മൾ പഠിച്ചത്. സോ ഈ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിനെ ഗ്രാഫിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വേർട്ടീസസ് എന്താണ്, എഡ്ജസ് എന്തായിരിക്കും? എന്താ വേർട്ടീസസ് എന്തായിരിക്കും? സിറ്റി ആയിരിക്കും. ഓക്കെ, സിറ്റീസ് ആയിരിക്കും എന്ത് വേർട്ടീസസ്. ദെൻ എഡ്ജസ് എന്തായിരിക്കും? ഡിസ്റ്റൻസ്, ട്രാവൽ ചെയ്യുന്ന പാത്ത്. ദ റോഡ് അല്ലേ, ദ റോഡ് ദാറ്റ് കണക്റ്റഡ് ദാറ്റ് സിറ്റീസ്. ഓക്കെ, സോ ഇവിടെ ഒരു കണ്ടീഷനും കൂടി തന്നിട്ടുണ്ട്. സിറ്റീസിൽ, അതായത് രണ്ട് സിറ്റി തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടി തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ 4 സിറ്റീസ് ആണ് കവർ ചെയ്യണമെങ്കിൽ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഒരു സിറ്റിയിൽ നിന്ന് വേറൊരു സിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് കൂടി ഇവിടെ മാർക്ക് ചെയ്യും, റൈറ്റ്? ഇപ്പൊ 5 കിലോമീറ്റർ. ഓക്കെ, ഇവിടെ എന്താ, ഒരു എഡ്ജിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റിയൽ വാല്യൂ ഇവിടെ അസൈൻ ചെയ്യാണ്. സോ ഈ ഗ്രാഫിൽ ഒരു റിയൽ വാല്യൂ സേ W(EI) ഒരു വെയിറ്റ് നമ്മൾ എന്താ എല്ലാ എഡ്ജിനും അസൈൻ ചെയ്യാണ്. സോ ദിസ് ടൈപ്പ് ഓഫ് ഗ്രാഫ് ഈസ് നോൺ ആസ് വെയ്റ്റഡ് ഗ്രാഫ്. വെയ്റ്റഡ് ഗ്രാഫ് അതായത് ഒരു ഗ്രാഫിലെ എല്ലാ എഡ്ജസിനെയും അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു റിയൽ നമ്പർ അസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് ഗ്രാഫ് ഈസ് നോൺ ആസ് വെയ്റ്റഡ് ഗ്രാഫ്. സോ ഈ ഗ്രാഫ് എന്താ, വെയ്റ്റഡ് ഗ്രാഫ് ആണ്. അതായത് എല്ലാ എഡ്ജിനും അസോസിയേറ്റ് ചെയ്തിട്ട് എന്താണ്, ഒരു വെയിറ്റ് അസൈൻ ചെയ്തിട്ടുണ്ട്, ഒരു റിയൽ നമ്പർ അസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണോ എന്താ വെയ്റ്റഡ് ഗ്രാഫിന്? ഓക്കെ, ഈ പ്രോബ്ലത്തിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഗ്രാഫ് എന്തായിരിക്കും, വെയ്റ്റഡ് ഗ്രാഫ് ആയിരിക്കും. കാരണം രണ്ട് സിറ്റീസ് തമ്മിലുള്ള ഡിസ്റ്റൻസും കൂടി ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഈ ഒരു പ്രോബ്ലത്തിലെ എല്ലാ സിറ്റീസും അതർ സിറ്റീസ് ആയിട്ട് കണക്റ്റഡ് ആണ് ബൈ റോഡ്. ഓക്കെ, സോ നമ്മളിവിടെ എന്താ കൺസ്ട്രക്ട് ചെയ്യുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് വെയ്റ്റഡ് ഗ്രാഫ് ആയിരിക്കും കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടാവുന്നത്. ഓക്കെ, ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് എന്ത് വേണം, ഒരു കംപ്ലീറ്റ് വെയ്റ്റഡ് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്താ ആക്ച്വലി ഇവിടുന്ന് ഫൈൻഡ് ചെയ്യേണ്ടത്, ഒരു സിറ്റിയിൽ നിന്ന് ഒരു ടൂർ സ്റ്റാർട്ട് ചെയ്ത് എല്ലാ സിറ്റീസും എക്സാക്ട്ലി വൺസ് കവർ ചെയ്ത് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടത്തേക്ക് എൻഡ് ചെയ്യണം അല്ലേ? അപ്പൊ ആക്ച്വലി നമ്മൾ ആ ഗ്രാഫിൽ നിന്ന് എന്ത് ഗ്രാഫാണ് അല്ലെങ്കിൽ എന്ത് സർക്യൂട്ടോ എന്താണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് ആക്ച്വലി? ഹിയർ ഇതൊരു ഫസ്റ്റ് സിറ്റി ആണ്. ഈ സിറ്റിയിൽ നിന്ന് ഒരു ട്രാവൽ ചെയ്ത് എല്ലാ സിറ്റീസും എക്സാക്ട്ലി വൺസ് ട്രാവൽ ചെയ്ത് ദെൻ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് തന്നെ എൻഡ് ചെയ്യണം. ആക്ച്വലി ഇവിടെ ഞാൻ എന്താ കൺസ്ട്രക്ട് ചെയ്യുന്നത്? ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇവിടെ എന്താ, ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ആണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ഒരു കംപ്ലീറ്റ് വെയ്റ്റഡ് ഗ്രാഫിൽ നിന്ന് നമ്പർ ഓഫ് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഫൈൻഡ് ചെയ്യുക. ഒരു കംപ്ലീറ്റ് ഗ്രാഫിലെ ദ നമ്പർ ഓഫ് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് എത്രയാ?
എത്രയാണ്? നമ്പർ ഓഫ് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് എത്രയാ? ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. n-1 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ഗ്രാഫിന് എന്താണ്? n-1 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2. ഇത്രയും ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുക. ദെൻ ഓരോ സർക്യൂട്ടിന്റെയും ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഏത് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ആണോ മിനിമം ഡിസ്റ്റൻസ്, അതായിരിക്കും ഈ പെർട്ടിക്കുലർ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ. Is it clear? മിസ്. Then അപ്പൊ ഈ ഒരു പ്രോബ്ലം ഹാമിൽട്ടോണിയൻ സർക്യൂട്ടിന്റെ ഒരു അപ്ലിക്കേഷൻ അല്ലേ? ഓക്കെ, യൂലർ ഗ്രാഫിന്റെ ഒരു അപ്ലിക്കേഷൻ പറഞ്ഞേ. കോണിക്സ്ബർഗ് ബ്രിഡ്ജ് പ്രോബ്ലം ഓർമ്മയില്ലേ? ഓക്കെ, ഇപ്പൊ ഒരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ടിന്റെ ഒരു റിയൽ വേൾഡ് അപ്ലിക്കേഷൻ ചോദിച്ചാൽ ഈ ഒരു പ്രോബ്ലം എഴുതാം. ഓക്കെ, ദെൻ ഒരു എക്സാമ്പിൾ നോക്കാം. സോ ഒരു പേഴ്സൺ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. 4 സിറ്റീസ് ആണ് കവർ ചെയ്യുന്നത്. ഓക്കെ, സിറ്റീസ് നെയിം A, B, C, D. ഓക്കെ, ദെൻ ഓരോ സിറ്റീസും നമ്മുടെ ഡിസ്റ്റൻസ് A to B 2 കിലോമീറ്റർ, ദെൻ A to C 3, A to D 4, then B to C 3, then B to D 5, then C to D 6. ഓക്കെ, സോ ഇനി എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? സപ്പോസ് ഈ ഒരു പേഴ്സൺ എ എന്ന് പറയുന്ന സിറ്റീസ് നിന്നാണ് ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എല്ലാ സിറ്റീസും എക്സാക്ട്ലി വൺസ് കവർ ചെയ്ത് എയിൽ തന്നെ റിട്ടേൺ ചെയ്യണം. മിനിമം ഡിസ്റ്റൻസിൽ വേണം ട്രാവൽ ചെയ്യാൻ വേണ്ടി. നമ്മൾ മിനിമം ഡിസ്റ്റൻസ് ആണ് ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, മിനിമം ഡിസ്റ്റൻസ്. സോ ഫസ്റ്റ് എന്ത് വേണം? ഈ ഒരു പെർട്ടിക്കുലർ സിനാരിയോനെ ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, A, B, C and D. ഞാൻ ഇവിടെ അടിച്ചു കൊടുക്കാം. E1, E2, E3, E4, E5. Then A to B ഇത്ര ഡിസ്റ്റൻസ് 2 kilometers. ഓക്കെ, അതും ഇവിടെ മാർക്ക് ചെയ്യാം. 2 കിലോമീറ്റർ. Then A to D 4 അല്ലേ? അല്ലേ? A to D, then A to C 3. അതുപോലെ നിങ്ങൾ ഓരോ എഡ്ജിന്റെയും വെയിറ്റ് ഇവിടെ അസൈൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? എങ്ങനെ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാം? ഈ ഒരു പെർട്ടിക്കുലർ കംപ്ലീറ്റ് ഗ്രാഫിൽ നിന്ന് നമ്പർ ഓഫ് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യാം. സോ അതിന്റെ ഇക്വേഷൻ എന്താ? n-1 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2. ഓക്കെ, സോ 4 - 1 factorial divided by 2 which is equal to 3 factorial divided by 2 which is equal to 3. Okay, ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ ഗ്രാഫിൽ നിന്ന് 3 ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. എന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഒരു 3 ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും.
ഫസ്റ്റ് എന്ത് വേണം? ആ 3 ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഇവിടെ കൺസ്ട്രക്ട് ചെയ്യാം. ഫസ്റ്റ് എന്താ? എ, E1, B, E3, D, E7, C, E2, A. ഇനി ഒരു സെക്കൻഡ് വൺ, A, E5, ഒന്ന് പറഞ്ഞേതാ സെക്കൻഡ് വൺ? A, E5, D, E7, C, E4, B, E1, A. ഓക്കെ. ഇനി തേർഡ് വൺ എന്താ? A, E2, C, B, E3, D, E5, A. A, E2, C, E4, B, E3, D, E6, A. ഓക്കെ. ഈ 3 ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഇവിടെ കൺസ്ട്രക്ട് ചെയ്തു. ഇനി എന്താ? ഓരോ സർക്യൂട്ടിന്റെയും ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യാം. A to B എത്രയാണ് ഡിസ്റ്റൻസ്? 2. 2 plus and B to D 5 അല്ലേ? Then D to C 6. Then C to A 3 അല്ലേ? ഇവിടെ എത്ര കിട്ടി? ടോട്ടൽ 2 plus 5 plus 6 plus 3 which is equal to 16. 16. അതുപോലെ ഈ രണ്ട് ഹാമിൽട്ടോണിയൻ സർക്യൂട്ടിന്റെ ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്തേ. A to D 4. ഒന്ന് പെട്ടെന്ന് ഫൈൻഡ് ചെയ്യും. അല്ലേ? A to D എന്താ ഡിസ്റ്റൻസ് എത്രയാ? 4. 4. D to Z 6. C to B 3. 3. Then B to A 2. 2. 15. ഇനി തേർഡ് വൺ. അതുപോലെ തേർഡ് വണ്ണും ഫൈൻഡ് ചെയ്യാം. A to C 3 plus C to B 3 plus B to D 5 plus D to A 4. Answer 50. 15. ഓക്കെ. നോർമലി ചെയ്യുമ്പോൾ നമുക്ക് ഒരു വാല്യൂ ആയിരിക്കും സ്മോളസ്റ്റ് വാല്യൂ കിട്ടുക. സോ ഇവിടെ രണ്ട് സ്മോളസ്റ്റ് വാല്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പാത്ത് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ. പിന്നെ നിങ്ങൾ പറയണത് സൊല്യൂഷൻ ഈസ് എന്ന് പറഞ്ഞിട്ട് കറസ്പോണ്ടിങ് സർക്യൂട്ട് അവിടെ എഴുതുക. ക്ലിയർ ആണോ? മിസ്.
Ritik, Rohit, Sishaj, Safil, Sankirtana. Clear alle? Concept? Sevin. ഒന്ന് റിപ്ലൈ എന്നേ. ക്ലിയർ. ഓക്കെ. നെക്സ്റ്റ് ഒരു ഹോംവർക്ക് ആണ്. ക്വസ്റ്റ്യൻ എഴുതിയെടുത്തു. സ്റ്റേറ്റ് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം, സ്റ്റേറ്റ് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം and print a traveling salesman tour on the graph below. State traveling salesman problem, print a traveling salesman tour on the graph below. ഫസ്റ്റ് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം എന്താണ് സ്റ്റേറ്റ് ചെയ്യുക. ദെൻ ഇവിടെ എന്താ അതിന്റെ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് എന്ത് വേണം? ഈ പെർട്ടിക്കുലർ ഗ്രാഫിൽ നിന്ന് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യുക. ദെൻ ഓരോ സർക്യൂട്ടിന്റെയും എന്താ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഏതിനാണോ മിനിമം ഡിസ്റ്റൻസ് അതായിരിക്കും എന്താ ഈ പെർട്ടിക്കുലർ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തോ? കംപ്ലീറ്റ് ചെയ്തില്ലേ? സോ നമ്മൾ ഇതുവരെ എന്തൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്തത്? ഫസ്റ്റ് യൂളർ ഗ്രാഫ്, റൈറ്റ്? ദെൻ യൂളർ പാത്ത്, യൂളർ സർക്യൂട്ട്. ദെൻ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ആർബിട്രറി ട്രേസബിൾ ഗ്രാഫ്, Hamiltonian circuit, Hamiltonian path, then Dirac's theorem, then traveling salesman problem. So ഇത്രയും ടോപ്പിക് എല്ലാവർക്കും ഓക്കെ അല്ലേ? നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, റൈറ്റ്? സോ ഇതുവരെ ഞാൻ ഡിസ്കസ് ചെയ്തത് അൺഡയറക്റ്റഡ് ഗ്രാഫിന്റെ കേസാണ്. സോ എന്താ അൺഡയറക്റ്റഡ് ഗ്രാഫ്, അതിന്റെ ഡെഫിനേഷൻ പറഞ്ഞു, ദെൻ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ആൻഡ് ടൈപ്സ് ഒക്കെ പറഞ്ഞു. ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഡയറക്റ്റഡ് ഗ്രാഫ്. സോ എന്താ ഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത്? ഡെഫിനേഷൻ ഈസ് ഡയറക്ഷൻ ഉണ്ടാവും. എ ഡയറക്റ്റഡ് ഗ്രാഫ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡൈഗ്രാഫ്. എ ഡയറക്റ്റഡ് ഗ്രാഫ് or digraph G consists of a set of vertices V equal to V1, V2, a set of edges E equal to E1, E2, and a mapping function phi that maps every edge onto some ordered pair of vertices Vi, Vj. Definition ചോദിച്ചാൽ ഈ ഡെഫിനേഷൻ എഴുതാം. ഡയറക്റ്റഡ് ഗ്രാഫിന്റെ കേസ് എന്താ? ഒരു എഡ്ജിനെ അസോസിയേറ്റ് ചെയ്തിട്ട് എന്തുണ്ട്? Direction. Here, this G is a directed graph. Okay, it is a directed graph. Okay.
ഓക്കെ, ഇപ്പൊ നോർമലി നമ്മൾ ഒരു ഗ്രാഫിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ വേർട്ടീസസ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഒരു പോയിന്റ്സ് ആയിട്ടാണ് വേർട്ടീസസ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ഈ പോയിന്റിനെ കണക്ട് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് എന്തായിരിക്കും? എഡ്ജസ് ആയിരിക്കും. ദ സെയിം ഇൻ എ ഡയഗ്രാഫ്, ദ വേർട്ടീസസ് ആർ റെപ്രസെന്റഡ് ബൈ പോയിന്റ്സ് ആൻഡ് എഡ്ജസ് ബൈ എ ലൈൻ സെഗ്മെന്റ് ബിറ്റ്വീൻ ദാറ്റ് പോയിന്റ്. ഓക്കെ, ബട്ട് ഇവിടെ എന്താ, ഒരു ഏരോ ഡയറക്ഷൻ കൂടി ഉണ്ടാവും അല്ലെ? വെർട്ടീസിനെ രണ്ട് പോയിന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ഈ രണ്ട് പോയിന്റിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് ആയിരിക്കും എന്ത്? എഡ്ജസ്. ഓക്കെ, ഇവിടെ എഡ്ജസിനെ അസോസിയേറ്റ് ചെയ്തിട്ട് എന്താ, ഒരു ഡയറക്ഷൻ കൂടി ഉണ്ട്. ഓക്കെ, ഇപ്പൊ നോർമലി V1 V2, ഓക്കെ, ഒരു എഡ്ജ് ഉണ്ട് E2, അതിൽ രണ്ട് n വെർട്ടീസസ് അല്ലെ? n വെർട്ടീസസ് ആണ് എന്ത്? V1 ആൻഡ് V2. നമുക്ക് V1 ആൻഡ് V2 എന്ത് പറയാം? ഇറ്റ്സ് എ ടെർമിനൽ വെർട്ടീസസ് ഓഫ് E2. അൺഡയറക്റ്റഡ് ഗ്രാഫിന്റെ കേസിൽ എന്ത് പറയാം? V1 ആൻഡ് V2 ആർ ദ ടെർമിനൽ വെർട്ടെക്സ് ഓഫ് E2. ബട്ട് ഈ ഒരു ഡയറക്റ്റഡ് ഗ്രാഫിന്റെ കേസിൽ എനിക്ക് ടെർമിനൽ വെർട്ടെക്സ് എന്നല്ല നിങ്ങൾ പറയാ, ഇനീഷ്യൽ വെർട്ടെക്സ് and terminal vertex. Initial vertex and terminal vertex. So in this graph here an edge E1. So the രണ്ട് vertices ആണ്, n vertices ആണ് V1 and V2. Okay, so edge എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു? V1 സ്റ്റാർട്ട് ചെയ്യുന്നു, റൈറ്റ്? സോ V1 എന്ത് പറയും? V1 is the initial vertex of E1. V1 is the initial vertex of E1. അപ്പോൾ ഏതായിരിക്കും ടെർമിനൽ വെർട്ടെക്സ്? V2. Okay, V2 is the terminal vertex of E1. That means here an edge E1 incident out of the vertex V1, right? So V1 is the initial vertex of E1. An edge incident into V2, like E1 incident into V2. So it is known as terminal vertex of E1. Is it clear? Miss. Okay. The digraph is also known as oriented graph. So next നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതുവരെ ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് അറ്റൻഡൻസ് പ്ലീസ്.